ഇന്ന് നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലൂടെയാണ് കടന്നു പോവുക. ജപമാല ചൊല്ലുന്നവരാണല്ലോ എല്ലാവരും, എല്ലാ ദിവസവും അല്ലേ? എല്ലാവരും എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നവരാണെന്ന് അച്ഛനറിയാം. ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണിന്ന്. അപ്പോൾ എങ്ങനെ ധ്യാനിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണ്, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ. അപ്പോൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. കൊന്ത ചൊല്ലുന്നവരല്ലേ? ഷാലു കൊന്ത ചൊല്ലുന്നവരല്ലേ? അച്ഛൻ ചോദിച്ചാൽ പറയുമോ നീ? എല്ലാം പറയോ? അഞ്ചെണ്ണവും മണിമണി പോലെ പറയോ? ഇടയ്ക്ക് വിട്ടുവോ അല്ലേ? വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 5 രഹസ്യങ്ങളിലൂടെ ഈശോയുടെ പീഡാനുഭവങ്ങളെ പറ്റി നമുക്ക് ധ്യാനിക്കാം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാൻ പരിശ്രമിക്കാം. ചോദിക്കട്ടെ, ഒന്നാം ദിവരഹസ്യം എന്താ? നമ്മുടെ കർത്താവ് വിശ്വസിക്കുക പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വീർത്തു അല്ലെ രക്തം വീർത്തു എന്നതിന്മേൽ ധ്യാനിക്കുക എന്നുള്ളതാണ് ഒന്നാം രഹസ്യം. ഈശോ എവിടെയാണ് ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നിൽക്കുന്നത്? എവിടെ? ഗെത്സമനി. ഗെത്സമനിയിൽ ഈശോ ചോര വീർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുക. ഒന്നാമത്തെ ദിവ്യരഹസ്യം ഗെത്സമനിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹെഡിങ് എഴുതാം. ഗെത്സമനി അനുഭവം, ഈശോയുടെ ഗെത്സമനി അനുഭവം എഴുതിയല്ലോ. എന്താണ് ഗെത്സമനി അനുഭവം? ഗെത്സമനി അനുഭവം എന്ന് പറയുന്നത് ഈശോ അവൻ ദൈവമായതുകൊണ്ട്, പരിപൂർണനായ മനുഷ്യനും പരിപൂർണനായ ദൈവമായതുകൊണ്ട് എന്താണ് തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെന്ന് ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എന്താണ് ഈശോയ്ക്ക് സംഭവിക്കാനിരിക്കുന്നത്? തൻ്റെ ശിഷ്യന്റെ പേരെന്താ? ഒറ്റിക്കൊടുക്കുന്നത്, തള്ളിപ്പറയുന്ന ശിഷ്യൻ ആരാ? പത്രോസ്. ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും തള്ളി പറയപ്പെടുമെന്നൊക്കെ കർത്താവിന് വളരെ വ്യക്തമായിട്ടറിയാം. എന്നിട്ട് ഈ പീഡാനുസഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഈശോ കുരിശുമരണം വഹിക്കേണ്ടി വരുമെന്ന് ഈശോയ്ക്ക് ദൈവമായതുകൊണ്ട് തന്നെ പരിപൂർണമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത്രയും വേദന മനസ്സിൽ, ശരീരത്തിൽ, ആത്മാവിൽ നിറഞ്ഞിട്ട് അവൻ ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, തീവ്രവേദനയിൽ. ഒരിക്കൽ അച്ഛൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, ഈശോ യഥാർത്ഥത്തിൽ രക്തം വിയർത്തിരുന്നോ? രക്തം വിയർക്കാനുള്ള കാരണം എന്തായിരിക്കാം? ഒരിക്കൽ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, രക്തം വിയർക്കാനുള്ള കാരണം എന്തോ? തീവ്രമായ ദുഃഖമാണ്. കർത്താവായ ഈശോ മിശിഹ പാപമറിയാത്തവനാണ്. ആ ശരീരത്തിലോ ആത്മാവിലോ മനസ്സിലോ പാപമറിയാത്തവനും പാപം ചെയ്യാത്തവനുമാണ്. ഈ പാപം ചെയ്യാത്ത ഈ പൂർണ്ണനായ മനുഷ്യന്റെ ശരീരത്തിലേക്കും ആത്മാവിലേക്കുമാണ് ഈ ലോകത്തിന്റെ പാപങ്ങൾ മുഴുവനും എന്ത് ചെയ്യുന്നത്? ചുമത്തുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, മദ്യപിക്കുന്ന ഒരു വ്യക്തിയുടെ ഇപ്പൊ ഞാൻ പാപിയാണ്, മനസ്സിലായോ? അപ്പൊ പാപം എന്ന് പറയുന്നത് പുതുമയല്ല എനിക്ക്. പക്ഷെ ഈശോ ആരാണ്? പാപിയല്ല. അപ്പൊ അവന്റെ ഉള്ളിലേക്ക് ഈ ലോകത്തിന്റെ പാപം മുഴുവനും ചൊരിയപ്പെടുകയാണ്. അപ്പൊ ഈശോയ്ക്ക് സഹിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപത്തിൻ്റെ പരിണതഫലം ഞാനാണ് എന്ത് ചെയ്യേണ്ടത്? അനുഭവിക്കേണ്ടത്. പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവായ ഈശോ മിശിഹ എൻ്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തവും എൻ്റെ പാപങ്ങളുടെ ശിക്ഷയും കർത്താവ് അനുഭവിച്ചറിയാണ്. വലതുകരം ഉയർത്തി പറഞ്ഞ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ പാപം മുഴുവനും കർത്താവ് ഏറ്റെടുത്തു. ഇങ്ങനെയാണല്ലോ പറയുക, മനുഷ്യ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വേദന വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, ഡെല്ലെന്നാ പറയുക, വേദന അളക്കുന്ന ഒരിത്, ഡെല്ലിനേക്കാളും കൂടുതൽ വേദന ഒരാളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ രോമകൂപങ്ങളിൽ കൂടെ രക്തം വരുമെന്നാ പറയുക. അത്രയും താങ്ങാൻ പറ്റാത്ത മാനസിക വേദന നമുക്കുണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന പറയാം. കർത്താവ് ഈ ലോകത്തിന്റെ പാപങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ രക്തം വിയർത്തു. വലതുകരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, ശിഷ്യന്മാര് ഗെത്സമനിയിലായിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു കളഞ്ഞു? അവര് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ നമ്മൾ ഗെത്സമനിയിൽ ഇപ്പൊ നിൽക്കുകയാണ്. മനസ്സിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഗെത്സമനിയിൽ നമ്മളിപ്പോ നിൽക്കുകയാണ്. ഇപ്പൊ ഉറങ്ങിക്കളയോ? അപ്പൊ ഞാൻ ഇറങ്ങിയോന്ന് ചോദിക്കും, ചേച്ചി 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉറങ്ങാതെ ഇരിക്കാമായിരുന്നില്ലേ ചേട്ടാ? അല്ലെങ്കിൽ ശ്രേയാ ഘോഷാൽ
1 മണിക്കൂറെങ്കിലും നിനക്ക് ഉറങ്ങാതിരുന്നൂടെ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ചോദിപ്പിക്കരുത് കേട്ടോ. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഗെത്സെമനയിൽ നിൽക്കുകയാണ്. നാളെ എന്ത് സംഭവിക്കും? ഈശോയ്ക്ക് മരണം സംഭവിക്കും. മനസ്സിലായോ? നാളെയോ മറ്റന്നാളോ എനിക്ക് മരണം സംഭവിക്കുമെന്ന് കർത്താവിനറിയാം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നെവിന് നാളെ രാവിലെ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, ഉറങ്ങാൻ പറ്റുമോ നിനക്ക്? അന്ന് തലേദിവസം രാത്രി പറ്റത്തില്ല. സിമ്പിൾ ലോജിക്കാണ്. കർത്താവിന് നാളെ ഒരു വലിയ വേദനയിലൂടെ കടന്നു പോകണം. അപ്പൊ കർത്താവിന് ഉറങ്ങാൻ പറ്റുന്നില്ല. മറ്റു ശിഷ്യന്മാരെന്ത് ചെയ്യാണ്? അവർക്ക് ഓപ്പറേഷൻ ഇല്ല, അവർക്ക് വേദന ഇല്ല, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഗെത്സെമനിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഇല്ലേ? ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലും ഗെത്സെമനി അനുഭവങ്ങൾ ഉണ്ടാവൂലേ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകൾ ഉണ്ടാവും. അതാണ് ഗെത്സെമനി അനുഭവങ്ങൾ. കുറച്ചും കൂടി ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗെത്സെമനി അനുഭവം എന്ന് പറഞ്ഞാൽ, ആർക്കും സഹായിക്കാൻ പറ്റാത്ത, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത സഹന അനുഭവങ്ങളെയാണ് ഗെത്സെമനി അനുഭവം എന്ന് പറയുന്നത്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത സഹനാനുഭവങ്ങളെയാണ് ഗെത്സെമനി അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അച്ഛനൊന്ന് നോക്കിയേ. അതായത് കുറച്ചും കൂടി ഈസി ആയിട്ട് അച്ഛൻ പറയുവാണെങ്കിൽ, അച്ഛൻ ഇപ്പോൾ ക്യാൻസർ രോഗിയാന്ന് വിചാരിച്ചോ, വെറുതെ ഒന്ന് വിചാരിച്ചോ, വേറെ നിങ്ങൾ ആരെയും വലിച്ചിട്ടുണ്ടല്ലോ അതിനകത്തേക്ക്. അച്ഛനിപ്പോൾ ക്യാൻസർ രോഗിയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനെ സഹായിക്കണമെന്നുണ്ട് അല്ലേ? എല്ലാവർക്കും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ട്. എല്ലാവർക്കും അച്ഛൻ്റെ രോഗം മാറണമെന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ ക്യാൻസർ രോഗം ഏറ്റെടുക്കാൻ പറ്റുമോ? ഇതാണ് ഗെത്സെമനി അനുഭവം. ഞാൻ തന്നെ അനുഭവിക്കണം, ഞാൻ തന്നെ ആ വേദനയിലൂടെ കടന്നു പോകണം, ഞാൻ തന്നെ ആ നൊമ്പരത്തിലൂടെ കടന്നു പോകണം. ഇതാണ് എന്ത്? ഗെത്സെമനി അനുഭവം. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ഒരുപാട് ഗെത്സെമനി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ്, കടബാധ്യതകൾ ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ്. ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവുള്ളടുത്ത് കടബാധ്യതകൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുമ്പോൾ ഗെത്സെമനി അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. മാരക രോഗങ്ങളുണ്ട് അമ്മയ്ക്ക്, അല്ലെങ്കിൽ അപ്പന്, അല്ലെങ്കിൽ മക്കൾക്ക് മാരക രോഗങ്ങളുണ്ട്. ഇതൊക്കെ എടുത്തു മാറ്റപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒന്നും വേണ്ട, മാനസികമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ രോഗങ്ങളൊക്കെ എടുത്തു മാറ്റപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പോകത്തില്ല. ആ വ്യക്തി തന്നെ അത് അനുഭവിച്ചറിയണം. ഇതാണ് ഗെത്സെമനി അനുഭവം. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളിച്ചേ ഈശോയേ, 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 ഈശോയേ. മനസ്സിലായല്ലോ എന്താണ് ഗെത്സെമനി അനുഭവം? ആർക്കും സഹായിക്കാൻ പറ്റില്ല, ആർക്കും അത്, ഞാൻ അനുഭവിക്കുന്ന വേദന ആർക്കും അത് ചിലപ്പോൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന വേദന ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ, മനസ്സിലാക്കാൻ പറ്റുമോ? ഞാൻ അനുഭവിക്കുന്ന തീവ്രതയിൽ ഇല്ല. ഇതാണ് ഗെത്സെമനി അനുഭവം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഗെത്സെമനി അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? ആര് നമ്മുടെ കൂടെയുണ്ട്? ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഒരു ഗെത്സെമനി അനുഭവത്തിലും ഈശോ നമ്മളെ ഒറ്റയ്ക്കാക്കത്തില്ല. അവൻ ഉറങ്ങത്തില്ല, അവൻ മയങ്ങത്തില്ല, അവൻ നമ്മുടെ കൂടെ നിൽക്കും. ഈ ഗെത്സെമനി അനുഭവം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് ഗെത്സെമനി അനുഭവം വന്നപ്പോൾ ഈശോ എന്ത് ചെയ്തു? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്. പക്ഷെ അവർ പ്രാർത്ഥിച്ചോ? അവരെന്ത് ചെയ്തു? അവർ ഉറങ്ങിക്കളഞ്ഞു. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഗെത്സെമനി അനുഭവം വരുമ്പോൾ, ഗെത്സെമനി അനുഭവമല്ല, ജീവിതത്തിൽ എന്ത് സഹനം വരുമ്പോഴും നമ്മൾ ആദ്യം ചെല്ലേണ്ട ഇടം ഏതാണ്? ആദ്യം ചെല്ലേണ്ട ഇടമെന്ന് പറയുന്നത് ഈശോയുടെ അടുത്തേക്കാണ്. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. മെനിഞ്ഞാന്ന് ഒരു അമ്മയും മകനും കൂടി എന്നെ കാണാൻ വന്നിരുന്നു. അമ്മയും മകനും. അപ്പൊ വന്ന കാര്യം ഇതാണ്, അമ്മയ്ക്ക് കുറച്ച് സിവിയർ ആയിട്ടുള്ളൊരു രോഗമുണ്ട്. അത് രോഗം ആശുപത്രിയിലേക്ക് പോവാണ്. പോകുന്നതിന് മുമ്പ് അവരെവിടെ വന്നേക്കാണ്? എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വന്നേക്കാണ്. സിമ്പിൾ ലോജിക്കാണ്. കണ്ടോ? ഇതുപോലെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഓടുന്നതിന് മുമ്പ് ആദ്യം ആരുടെ അടുത്ത് വരണം?
ഈശോയുടെ അടുത്തേക്ക് വരണം. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിയുമ്പോൾ അവിടെ പോവും, ഇവിടെ പോവും, അപ്പൻ്റെ അടുത്ത് പോവും, അമ്മയുടെ അടുത്ത് പോവും, സഹോദരങ്ങളുടെ അടുത്ത് പോവും, പഞ്ചായത്ത് എല്ലായിടത്തും ചുറ്റിക്കറങ്ങിയിട്ട് അവസാനമാകുമ്പോൾ തോറ്റ് തൊപ്പിട്ട് കഴിയുമ്പോൾ കർത്താവെ തോറ്റിട്ടു എന്നും പറഞ്ഞ് വന്ന് നിൽക്കും. അങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആദ്യം വരേണ്ട ഇടം ഏതാണ്? എന്ത് സഹനം വരുമ്പോഴും ആദ്യം വരേണ്ട ഇടം. ഒരിക്കലും ഒരു ചേച്ചി ഇവിടെ വന്ന് നിൽക്കാട്ടോ, ഇവിടെ രണ്ടാമത്തെ ബെഞ്ചിൽ ഉച്ചയ്ക്ക് ഒരു നട്ടുച്ചയ്ക്ക് വന്നിരിക്കുക. ഞാൻ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ ഒരു ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, സ്വന്തം മോള് തല്ലിന്ന്, സ്വന്തം മോള് അമ്മനെ തല്ലിയേക്കാണ്. സങ്കടം സഹിക്കാൻ പറ്റാതെ ആ ചേച്ചി ഈ പള്ളിയിലേക്ക് ഇടിച്ച് കയറി വന്നു, ഭയങ്കരമായിട്ടിരുന്ന് കരയാണ്. അപ്പം ഞാൻ പറഞ്ഞു, യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. കണ്ടോ, ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിച്ചെല്ലേണ്ട ഇടം ഈശോയുടെ അടുത്തേക്കാണ്. പിന്നീടാണ് കർത്താവ് മനുഷ്യരിലേക്ക് നമ്മളെ നയിച്ചോളും. വലത് കരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ അനുഭവം എന്താ? ഗെത്സമനെ അനുഭവം. ഇനി രണ്ടാമത്തെ രഹസ്യം പറയും. കൊന്തയിലെ രണ്ടാമത്തെ രഹസ്യം ആരാ പറയുക? ഒന്ന് കൈപൊക്കാമോ? ജപമാലയിൽ രണ്ടാമത്തെ രഹസ്യം എന്ന് പറഞ്ഞു തരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്നതിന്മേൽ ധ്യാനിക്കുക. ഈശോ എന്ത് ചെയ്യാണ്? ചമ്മട്ടികളാൽ അടിക്കുകയാണ്. നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കണ്ടവരുണ്ടോ ഈ കൂട്ടത്തില്? അതിനകത്ത് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ എവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്? കൽത്തൂണിൽ ഇങ്ങനെ കൈ ഇങ്ങനെ രണ്ടും കെട്ടിയിട്ടിരിക്കുകയാണ്. കെട്ടിയിട്ടിട്ടാണ് അടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാരകമായ ഈശോയുടെ ശരീരത്തിൽ എത്ര മുറിവുകൾ ഉണ്ടായിരുന്നു എന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? തിരുമുറിവുകളല്ല, മുറിവുകൾ 6000, 3000. ഇതിൽ ഏലം വിളിയായല്ലോ കർത്താവേ. എത്രയാ പച്ച? 5000, ഏകദേശം അടുത്തു. 5400 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുക ശരീരത്തില്. ഈശോയുടെ ശരീരത്തില് 5400ഓളം മുറിവുകൾ വിശുദ്ധർക്ക് നൽകിയ വെളിപാടിലൂടെ കർത്താവ് പറഞ്ഞിട്ടുള്ള എൻ്റെ ശരീരത്തില് 5400 മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോ എൻ്റെ കൂടെ വരണം. കൽത്തൂണിൽ ഈശോയെ കെട്ടിയിരിക്കുകയാണ്. കെട്ടിയിട്ടാണ് മാരക അടിയടിക്കുന്നത്. നല്ല കരുത്തുള്ള പട്ടാളക്കാര് പല ഉപകരണങ്ങൾ വെച്ചിട്ട് ആ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്. ചൂരൽ കൊണ്ട് അടിക്കുന്നു, മുള്ളാണി കൊണ്ട് അടിക്കുന്നു, മാംസം പറിച്ചെടുക്കുന്ന രീതിയിൽ ഈശോയെ കഠോരമായിട്ട് അവർ വേദനിപ്പിക്കുകയാണ്, മുറിപ്പെടുത്തുകയാണ്. പക്ഷെ കർത്താവ് നിശബ്ദമായിട്ട് അതെല്ലാം സഹിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ സഹനാനുഭവം എന്ന് പറയുന്നത് കൽത്തൂൺ അനുഭവമാണ്. എഴുതി വെച്ചോ, കൽത്തൂൺ അനുഭവം. നമ്മുടെ കൈയും കാലും ഒക്കെ കെട്ടപ്പെട്ട അവസ്ഥയാണത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഒരിക്കലൊരു അനാഥ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു. അനാഥ പെൺകുട്ടി, ആരുമില്ല അതിന്. അപ്പോൾ അത് എന്നോട് വന്നിട്ട് പറയാണ്, അച്ഛാ എൻ്റെ ഭർത്തൃ വീട്ടിൽ ഭയങ്കര പീഡനമാണ്, അവൾക്ക് കെട്ടിയാൻ ഭയങ്കര കുടിയനാണ്, ഭയങ്കര ഇടിയൊക്കെ ഇടിക്കും ഇതിനെ ശരീരത്തിൽ, ഭയങ്കര ഇടിയൊക്കെ ഇടിക്കും. അപ്പോൾ ആ പെണ്ണ് എന്നോട് പറയാണ്, അച്ഛാ ഈ മദ്യപാനമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് അവള് പറയാണ്, ഇടി കൊണ്ട് അവിടെ കിടക്കുക അല്ലാതെ വേറൊരു നിവൃത്തിയില്ല, എനിക്ക് പോകാനായിട്ടൊരു കുടുംബവും ഇല്ല, എനിക്ക് അപ്പനും ഇല്ല, അമ്മയില്ല, സഹോദരങ്ങളും ഇല്ല, ഒന്നുമില്ല. ഉണ്ടോ? ഇത് കൽത്തൂൺ അനുഭവമാണ്. എവിടെ രക്ഷപ്പെട്ടു ഓടും? എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? എവിടെയെങ്കിലും ഇടമുണ്ടോ ആ അനാഥ പെൺകുട്ടിക്ക്? ഇതുപോലെ കുറേ കുടുംബങ്ങളുണ്ട്, കുറേ വ്യക്തികളുണ്ട് കൽത്തൂൺ അനുഭവത്തിൽ കിടക്കുന്നത്. മറ്റൊരിക്കലൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അച്ഛാ എൻ്റെ കുടുംബത്തില് കെട്ടിച്ചു വിട്ട കുടുംബത്തിൽ ഇത് സ്ത്രീധനം കുറവാണെന്ന് പറഞ്ഞിട്ട് അമ്മായിയമ്മയും കെട്ടിയാനൊക്കെ കൂടെ ശാരീരികവും മാനസികവുമായിട്ട് പീഡിപ്പിക്കുകയാണ്. ഞാൻ ആ പീഡനങ്ങളൊക്കെ സഹിച്ച് അവിടെ കിടക്കുകയാണ്, ഇടിയും തൊഴിയൊക്കെ കൊണ്ട് കിടക്കുകയാണ്. എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റൂല, കാരണം എനിക്ക് എൻ്റെ താഴെ 2 പെങ്ങന്മാരാണ്. ഞാൻ വീട്ടിൽ വന്ന് താമസിച്ച് നിങ്ങളുടെ കല്യാണം നടക്കോ? എൻ്റെ അപ്പനും അമ്മയും പ്രായമായവരാണ്, എന്നെയും കൂടി ചുമക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ സഹിച്ച് കിടക്കുകയാണ്. കണ്ടോ? കൽത്തൂൺ അനുഭവങ്ങളാണ്, കൽത്തൂൺ അനുഭവങ്ങൾ. ഇങ്ങനെ കുടുംബങ്ങളിൽ ഒത്തിരി പേരുണ്ടാവും കൽത്തൂൺ അനുഭവങ്ങൾ. മകന്റെ മദ്യപാനവും മകന്റെ അല്ലെങ്കിൽ മകളുടെ ദുശ്ശീലങ്ങളും ഒക്കെ സഹിച്ച് കിടക്കുന്ന, മിണ്ടാതെ കിടക്കുന്ന അപ്പന്മാരും അമ്മമാരും കൽത്തൂൺ അനുഭവങ്ങളാണ്.
വഴിതെറ്റിയ ജീവിതങ്ങൾ കണ്ട് നിശബ്ദമായി കിടക്കുന്ന, അപ്പൻ്റെ വഴിതെറ്റിയ ജീവിതങ്ങൾ കണ്ട് നിശബ്ദമായി കിടക്കുന്ന, മക്കളുടെ വഴിതെറ്റിയ ജീവിതങ്ങൾ കണ്ട് നിശബ്ദമായി കഴിയുന്ന, കൽത്തൂൺ അനുഭവങ്ങളിൽ കിടക്കുന്ന ഒത്തിരി മക്കള്, ഒത്തിരി പേര് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പം മനസ്സിലായോ എന്താണ് കൽത്തൂൺ അനുഭവം? കൽത്തൂൺ എൻ്റെ കൈയും കാലം കെട്ടിയേക്കാണ്, സഹിക്കാന്നല്ലാതെ വേറൊരു നിവൃത്തിയില്ല. മനസ്സിലാവുന്നുണ്ടോ? കൈയും കാലും കെട്ടിയിട്ടേക്കാണ്, സഹിക്കാന്നല്ലാതെ ഒരു നിവൃത്തിയില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഭാര്യ ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്ന വേദനകൾ, അവർക്ക് എവിടെയും പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഒത്തിരി കൽത്തൂണ് അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ TV കണ്ടോന്ന് എനിക്കറിയത്തില്ല, ന്യൂസിലുണ്ടായിരുന്നു. ഒരു ചേച്ചി ഗവൺമെൻറ് ഓഫീസിൽ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്തു. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. സത്യസന്ധമായിട്ട് വർക്ക് ചെയ്തതിന് ഈ ഓഫീസിലുള്ള ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഈ സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ടീച്ചർ ഓർക്കുന്നുണ്ടോ? മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് പീഡനങ്ങൾ, അവഗണനകൾ, തിക്താനുഭവങ്ങൾ, മുള്ളുകൾ. ഈ പെണ്ണ് പറയാണ് അവസാനം ആത്മഹത്യയെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു പോയി. കണ്ടോ? ഇതാണ് കൽത്തൂൺ അനുഭവം. സമൂഹം ഒറ്റപ്പെടുത്തുക, ഇടവക ഒറ്റപ്പെടുത്തുക, ഭവനം ഒറ്റപ്പെടുത്തുക, അങ്ങനെ ഒരു രക്ഷയും ഒരു സമാധാനവും ഒരു സന്തോഷവും ഇല്ലാത്ത ജീവിതങ്ങൾ. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ അനുഭവം എന്തായിരുന്നു? ഗെത്സമനെ അനുഭവം. ഗെത്സമനെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും സഹായിക്കാൻ പറ്റില്ല. ഞാൻ ക്യാൻസർ രോഗിയാണ്, ഞാൻ തന്നെ അത് അനുഭവിക്കണം. എൻ്റെ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കൊക്കെ എൻ്റെ വേദന മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റത്തില്ല. ഞാൻ തന്നെ കടന്നു പോകണം. ഈ ഗെത്സമനെ അനുഭവം വരുമ്പോൾ ആദ്യം ആരുടെ അടുത്ത് ചെല്ലണം? ഈശോയുടെ അടുത്ത് ചെല്ലണം. വേറെ ആരുടെ അടുത്തും ഓടിപ്പോയേക്കരുത്. എന്ത് സഹനം വന്നാലും എല്ലായിടത്തും കറങ്ങി നടക്കരുത്. ആദ്യം വരേണ്ടത് ഈശോയുടെ മുന്നിലാണ്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആദ്യം വരേണ്ടത്. നമ്മൾ പലപ്പോഴും അവസാനം എല്ലാം തകർന്നു കഴിഞ്ഞിട്ട്, കുടുംബം മുഴുവനും തകർന്നു കഴിഞ്ഞിട്ട്, ബിസിനസ് മുഴുവനും തകർന്നു കഴിഞ്ഞിട്ട്, ശരീരം മുഴുവനും നശിഞ്ഞു കഴിഞ്ഞിട്ട് അവസാനത്തെ സ്കോപ്പായിട്ടാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെയല്ല. അവർ ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ഗെത്സമനെ അനുഭവം. രണ്ടാമത്തേത് എന്താ? കൽത്തൂൺ അനുഭവം എന്ന് പറഞ്ഞ എന്താ? കയ്യും കാലും കെട്ടിയിട്ട് അനുഭവം അല്ലട്ടോ അത്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയേക്കരുത്. കയ്യും കാലും കെട്ടി, ഒരു അച്ഛൻ്റെ അനാളജി പറഞ്ഞാണ്, ഒരു ഉദാഹരണം പറഞ്ഞാണ്. ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി, എല്ലാ വശത്തു നിന്നും ഞാൻ പൂട്ടപ്പെട്ടേക്കാണ്, എനിക്കൊരു രക്ഷയില്ല. ഇത്തരം അനുഭവമാണ് കൽത്തൂണ് അനുഭവം. ഇനി മൂന്നാമത്തെ രഹസ്യം, ജപമാലയിലെ മൂന്നാമത്തെ രഹസ്യം എന്താ? കർത്താവ് ഈശോ മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്നതിന്മേൽ ധ്യാനിക്കുക. കൃത്യമായിട്ട് മനസ്സിലോട്ട് വന്നോ? മുൾമുടി ധരിപ്പിച്ചേക്കാണ് കർത്താവിനെ മുൾമുടി ധരിപ്പിച്ചേക്കാണ്. അടുത്ത ഹെഡിങ് എഴുതിക്കോ, മുൾമുടി അനുഭവം. ഈശോ രാജാവാണ്. എൻ്റെ അടുത്തേക്ക് വരിക. ഈശോ രാജാവാണ്. രാജാവിന്റെ തലയിൽ എന്താണ് യഥാർത്ഥത്തിൽ വെക്കേണ്ടിയിരുന്നത്? കിരീടം, സ്വർണത്തിന്റെ കിരീടം. പക്ഷെ ഈശോയുടെ തലയിൽ എന്താണ് വെച്ചത്? മുൾക്കിരീടം. ഈ മുൾക്കിരീടം യഥാർത്ഥത്തിൽ ഈശോയുടെ തലയിൽ സ്വർണ്ണക്കിരീടം വെക്കേണ്ടിയിരുന്നു, പക്ഷെ വെച്ചത് മുൾക്കിരീടം. ഈ മുൾമുടി അനുഭവം എന്ന് പറയുന്നത് നന്മ ചെയ്തിട്ടും തിന്മ തിരിച്ചു ലഭിക്കുന്നവരാണ്. നന്മ ചെയ്യാണ്, എല്ലാവർക്കും നന്മ ചെയ്യാണ്, എന്നിട്ട് ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നതോ തിന്മ. കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ മറ്റേ പാട്ട് പോലെ, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു എന്ന് പറയണ പോലെ, ഞാൻ മക്കളെയൊക്കെ വളർത്തി, അധ്വാനിച്ച് ചോര നീരാക്കി എൻ്റെ മക്കളെല്ലാത്തിനെയും വളർത്തി നല്ല നിലയിലാക്കി. അവസാനമായി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? പോട്ടെ വൃദ്ധസദനത്തിലേക്ക്, ഈ സാധനത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പനും അമ്മനെയും കൊണ്ടേ വൃദ്ധസദനത്തിലാക്കുക, തെരുവിൽ ഉപേക്ഷിക്കുക, അങ്ങനെ ഒരു വിലയില്ലാത്തതുപോലെ കരുതുക. കണ്ടോ? അവർ അധ്വാനിച്ച് മക്കളെ വളർത്തി വലുതാക്കി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സഹോദരിയൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി കഴിഞ്ഞിട്ട് അവസാനം ചോദിക്കും, അപ്പൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ചേട്ടൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ചേച്ചി എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? കറിവേപ്പില പോലെ വലിച്ചെറിയപ്പെടുന്ന ജീവിതങ്ങൾ. നന്മ ചെയ്തിട്ടും എന്ത് ലഭിക്കുന്നു? നന്മ ചെയ്തിട്ടും തിന്മ ലഭിക്കുന്നവരാണ് ആര്? മുൾമുടി അനുഭവത്തിലുള്ളവര്. ഈ കൂട്ടത്തിന് ആരെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ നന്മ ചെയ്തിട്ട് തിന്മ തിരിച്ചു ലഭിച്ചവര്? ഒന്ന് കൈവക്കാവോ ധൈര്യത്തോടെ? ക്യാമറയിൽ വരൂല.
കൈവക്ക് നോക്കട്ടെ. ആ ചിലപ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ പൈസയൊക്കെ കടം കൊടുക്കുമെന്ന് വിചാരിച്ചോ. പൈസയൊക്കെ ആർക്കെങ്കിലും കടം കൊടുത്ത് അവർ ഇന്ന നാളത്തിനുള്ളിൽ തരാമെന്നൊക്കെ പറയും. പിന്നെ നമ്മൾ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ കണ്ണിച്ചോരില്ലേ നിനക്ക്, ഉണ്ടോ? അതാണ് നന്മ ചെയ്തിട്ടും നമുക്ക് തിന്മ തരാണ്. നമ്മൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അവസാനം നമ്മൾ ചെയ്ത് ഒന്നും കാണത്തില്ല. നമ്മൾ കുറ്റം പറയാൻ മാത്രമേ അവരുടെ നാവ് ഉയരുള്ളൂ. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഏതനുഭവത്തിലാണ്? മുൾമുടി അനുഭവത്തിലാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ, തീർച്ചയായിട്ടും ഉണ്ടാവും മുൾമുടി അനുഭവം. നമ്മളെ സഹോദരങ്ങളെ സ്നേഹിച്ചിട്ട്, മക്കളെ സ്നേഹിച്ചിട്ട്, അയൽവാസികളെയൊക്കെ സ്നേഹിച്ചിട്ട്, നന്മ ചെയ്തിട്ട് അവസാനം നമുക്ക് തിന്മയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ ഈശോയുടെ കൂടെയാണ്. വലത് കരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ 3 അനുഭവങ്ങൾ ഏതൊക്കെയാ? 1 ഗെത്സമനി അനുഭവം, 2 കൽത്തൂൺ അനുഭവം, 3 മുൾമുടി അനുഭവം. എന്താണ് ഗെത്സമനി അനുഭവം? ഓക്കെ, 2 കൽത്തൂൺ അനുഭവം എന്ന് പറഞ്ഞ എന്താ? ഓക്കെ, 3 ഈ മുൾമുടി അനുഭവം, നന്മ ചെയ്തിട്ടും തിന്മ തിരിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? 100% ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി 4-ാം രഹസ്യം ആരാ പറയുക? എഴുന്നേറ്റെന്ന് ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടത് അടുത്ത പ്രാവശ്യം കൗൺസിലർ ആയിപ്പോട്ടെ. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, അടുത്തതാണ് കുരിശ് യാത്ര അനുഭവം. എഴുതിക്കോ, കുരിശ് യാത്ര അനുഭവം. ഈശോയുടെ കുരിശിന് എത്ര കിലോ ഭാരം ഉണ്ടായിരുന്നെന്നറിയോ ആർക്കെങ്കിലും? എത്ര? 55 കിലോ. ആ, കറക്റ്റാട്ടോ അപ്പച്ചൻ പറഞ്ഞത്. അതായത് കുരിശ് നെടുകയും കുറുകെയുള്ള ഭാഗമുണ്ട്, 2 ഭാഗമുണ്ട്. ഈ 2 ഭാഗങ്ങളും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 100-നും 110 കിലോയ്ക്ക് ഇടയിലുണ്ടെന്നാ പറയുക. 100-ഉം 110-ഉം. പക്ഷെ അച്ഛൻ്റെ കൂടെ നിൽക്കണം. അതായത് കാൽവരിയിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നെടുകയുള്ള ഭാഗം കുത്തി വെച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നെടുകയുള്ള ഭാഗം കുത്തി വെച്ചിരുന്നു, കുറുകെയുള്ള ഭാഗമാണ് കഴുത്തിന് പിന്നിൽ വെച്ച് കെട്ടുക. അപ്പൊ അപ്പച്ചൻ പറഞ്ഞത് കറക്റ്റാണ്, 55 കിലോ ഏകദേശം ഉണ്ടാവും. എന്നിട്ട് ഈശോയ്ക്ക് ഈ എന്താണ് ചവിട്ടടിയ കൽത്തൂൺ അനുഭവം കഴിഞ്ഞ്, മുൾമുടി അനുഭവം കഴിഞ്ഞ്, ഗെത്സമനി അനുഭവം കഴിഞ്ഞ് പാവം പച്ചവെള്ളം കുടിച്ചിട്ടില്ല, തകർന്ന് നടക്കാണ്. അപ്പോഴാണ് ഈ 55 കിലോ വെച്ചേക്കുന്നത്. അവിടെ തോളത്ത് കെട്ടി വെച്ചേക്കാണ്. തോളത്ത് ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. മനസ്സിലാവും? തോളത്ത് കെട്ടി വെച്ചേക്കാണ്. എത്ര പ്രാവശ്യം വീഴുന്നുണ്ടെന്നാ പറയുക? എത്ര പ്രാവശ്യം വീണിട്ടുണ്ടാവാ? 3 മറ്റേ ഡാനിയലച്ചൻ പറയുന്നല്ലോ 300 3000 പ്രാവശ്യം വീണിട്ടുണ്ടാവാം. പാവ തളർന്ന് നുറുങ്ങി നിൽക്കാണ്, വെള്ളമില്ല ശരീരത്തിൽ, ആകെ തകർന്ന് നിൽക്കാണ്. 300 ഒരു 3000 30,000 പ്രാവശ്യം വീണിട്ടുണ്ടാവും. വീഴുമ്പോ എങ്ങനെയാണ് വീഴുന്നത്? മുഖം കുത്തിയാണ് വീഴുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മുഖം കുത്തിയാണ് ആ പാവം വീഴുന്നത്. മുഖം കുത്തി വീഴുമ്പോ തലയിൽ എന്തുണ്ട്? അപ്പൊ അതിനെന്ത് പറ്റും? വീണ്ടും തുളച്ച് കയറും. പാവം വീണ്ടും വീണ്ടും വേദനയിലൂടെ കടന്നു പോവാണ് ഈശോ കുരിശും വഹിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ ഒച്ച എടുത്തിട്ടാണോ പോയത്? നിശബ്ദമായിട്ടാണോ പോയത്? നിശബ്ദമായിട്ടല്ലേ? ആ, കുരിശ് യാത്ര അനുഭവം എന്ന് പറയുന്നത് നിശബ്ദമായി സഹിക്കുന്നവരാണ്. എഴുതി വെച്ചോ, നിശബ്ദമായി സഹിക്കുന്നവരെയാണ് കുരിശ് യാത്ര അനുഭവത്തിലൂടെ കടന്നു പോകുന്നവര് എന്ന് പറയുന്നത്. നിശബ്ദമായി സഹിക്കുന്നവർ. അവരാ സഹിക്കുന്നത് ആരും അറിയത്തില്ല, അവരുടെ ഉള്ളിൽ മനസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈശോയെ അറിയും. ഒന്നും അവർക്ക് എന്താണ്, ഒരു കുറ്റപ്പെടുത്തലുകളില്ല, ഒരു പരിഭവങ്ങളില്ല, ഒന്നുമില്ല. അവർ സഹിക്കുന്നത് ആരും അറിയത്തില്ല. ഈശോ ഈ കുരിശിന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ ഓർസലേത്തിലെ സ്ത്രീകളെ കാണുന്നുണ്ട്. അവരോട് എന്താണ് ഡയലോഗ് പറയുന്നത് കർത്താവ്? നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഈ പാവപ്പെട്ടവൻ തകർന്നു നിൽക്കാണ്. നമുക്കത് ഊഹിക്കാനും കൂടി പറ്റൂല. കഴുത്തിന് മുഴുവൻ കെട്ടിയിട്ട് ആ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഈശോ നടക്കാണ്, നഗ്നപാതനായി നടക്കാണ്. ആ മലയൊക്കെ കയറി പോവാണ്. പോകുന്ന സമയത്ത് ഓർസലീം നഗറിലെ സ്ത്രീകളെ കരയാണ്. അവര് ഈശോയുടെ സ്നേഹം കൊണ്ട് കരയാണോ? ഹലോ, ഈശോയുടെ സ്നേഹം കൊണ്ട് കരയാണോ? അതല്ല.
ഈ യഹൂദ സംസ്കാരം അനുസരിച്ചുണ്ടല്ലോ, കുരിശിന്റെ വഴിയിൽ ഏതെങ്കിലും ഒരു പാപി, ഒരു കള്ളനെ അവർ ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സ്ത്രീകളെ പൈസ കൊടുത്ത് കരയാൻ നിർത്തും. മനസ്സിലാവുന്നുണ്ടോ? പൈസ കൊടുത്ത് കരയാൻ നിർത്തും. അതാണ് ഈ ഓർസലേം നഗരിലെ സ്ത്രീകള്. അവിടെ യഹൂദ സംസ്കാരം അനുസരിച്ച് ആരെങ്കിലും മരിച്ച് ഞാൻ മരണ വീട്ടില് അലമുറയുണ്ടാവും. ജായിറോസിന്റെ വീട്ടിലെ കർത്താവ് ചെല്ലുമ്പോൾ അവര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പൈസ കൊടുത്ത് കരയിക്കുന്ന, ഇപ്പൊ ദ ചോസൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, കണ്ടോ നിങ്ങള്? അതിനകത്ത് എന്ത് ചെയ്യുമ്പോൾ കറുത്തുടുപ്പിട്ടിട്ട് കുറച്ച് പേരിരുന്ന് കരയുന്നുണ്ട്, തമ്പുരവും വീണയും പീപ്പിയൊക്കെ ഊതിക്കൊണ്ട്. പൈസ കൊടുത്ത് കരയിക്കുന്ന ആളുകളാണ് ഈ എന്താണ് കുരിശുമരണത്തിലേക്ക് പോകുന്ന ഈ കള്ളന്മാർക്ക് വേണ്ടി ആരും കരയാറുണ്ടാവില്ല. ആരെങ്കിലും കരയോ? കരയാനുണ്ടാവില്ല. അങ്ങനെ കരയാനില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്തുകൊണ്ട് ഇവര് തന്നെ റോമാ ഭരണകൂടം തന്നെ വെക്കുന്ന സ്ത്രീകളാണ് ഈ ഓർസലേത്തിന്റെ വഴിത്താരകളിൽ നിൽക്കുന്നത്. അതാണ് കർത്താവ് ഇങ്ങനെ പോവാണ്, നടന്നു പോകുമ്പോൾ അവരിങ്ങനെ കരയാണ്. അവര് ഇല്ലാത്ത കരച്ചിൽ ഉണ്ടാക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർത്താവ് പറയാണ്, എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയും. ഓർസലേം ഒരിക്കൽ ആക്രമിക്കപ്പെടും, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും പട്ടിണി കിടന്നു മരിക്കും. വെറുതെ നിങ്ങൾ അങ്ങനെ തന്നെ ലിറ്ററലായിട്ട് മനസ്സിലാക്കരുത്. ഞാൻ പറയുന്നത് പിടികിട്ടിയോ? അവരാരാ കരയുന്ന സ്ത്രീകള്? പൈസ കൊടുത്ത് നിർത്തിയേക്കുന്ന സ്ത്രീകളാട്ടോ. അല്ലെങ്കിൽ ആ വെറോനിക്കാനെ പോലെ ആത്മാർത്ഥമുള്ള ഒറ്റ പീസ് അവിടെ ഇല്ല. പിന്നെ പരിശുദ്ധ അമ്മ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഈശോ ഇങ്ങനെ ആ കുരിശ് എടുത്തുകൊണ്ട് പോവാണ്. ഈശോ പോകുന്ന വഴിക്ക് അവര് തനിക്ക് വേണ്ടി പൈസ കൊടുത്ത് കരയുകയാണെന്ന് വിചാരിച്ചിട്ട് പോലും, മനസ്സിലാക്കിയിട്ട് പോലും കർത്താവ് അവരോട് പറയാണ്, നിങ്ങൾ കരയണ്ട കേട്ടോ. എന്ത്? നിങ്ങൾ കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും എന്ന് കർത്താവ് അവരോട് നിശബ്ദമായിട്ട് പറയാണ്. ഇപ്പൊ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈശോയും ഈശോയുടെ അമ്മയും കാണുന്നൊരു സീൻ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഈശോയുടെ അമ്മയും കൂടി കാണുന്നൊരു സീൻ ആരാ കണ്ടിട്ടുള്ളത്? എന്ന് കൈവക്കേ. ഈശോയും ഈശോയുടെ അമ്മയും കൂടി കാണുന്ന, അമ്മ ഇങ്ങനെ ഒരു ഇടവഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഈശോ ഇങ്ങനെ പാവം ഇങ്ങനെ കുരിശും വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. കറക്റ്റായ ഇടവഴിയുടെ നേരെ വന്നു കഴിയുമ്പോൾ ഒരു പടയാളി എന്ത് ചെയ്യും? ചാട്ടവാറുകൊണ്ട് ഈശോനെ അടിക്കും. ഈശോനെ അടിച്ച് കഴിയുമ്പോൾ ഈശോ അങ്ങോട്ട് പോകും, താഴത്തേക്ക് പെട്ടെന്നും പറഞ്ഞ് വീഴും. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് കുഞ്ഞുനാളിൽ ഓർമ്മ വരും. ഈശോ വീണ് കഴിയുമ്പോൾ അമ്മ ചെന്ന് ഓടിയെടുക്കുന്നതും ചുംബിക്കുന്നതും ഓർമ്മ വരും. എൻ്റെ കുഞ്ഞാണ് അതെന്നുള്ളൊരു ഓർമ്മ അമ്മയ്ക്ക് വരും. അമ്മ ഓടിച്ചെന്നിട്ട് ഈശോയുടെ കുരിശ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉയർത്തും, കണ്ണുനീരോട് ഉയർത്തും ഈശോ. അപ്പോൾ അമ്മനെ കാണുമ്പോൾ ഈശോ പവറാവും, ചാർജാവും എന്ന് പറയുന്നത് പോലെ അമ്മനെ കാണുമ്പോൾ ഈശോയ്ക്ക് കുറച്ചും കൂടി ഇതാവും. എന്നിട്ട് അമ്മയുടെ മുഖത്ത് ഇങ്ങനെ വലത് കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, മമ്മ ഐ വിൽ മേക്ക് എവറിത്തിങ് ന്യൂ. ഞാനെല്ലാം പുതിയതാക്കും. മനസ്സിലാവുന്നുണ്ട്? പറയുമ്പോൾ എൻ്റെ കണ്ടെന്നറിയാം. മമ്മ ഐ വിൽ മേക്ക് എവറിത്തിങ് ന്യൂ. ഞാനെല്ലാം പുതിയതാക്കും. ആ മനുഷ്യൻ അത്രയും സഹിക്കാൻ പറ്റാതെ തകർന്ന് നുറുങ്ങി നിൽക്കുമ്പോൾ അമ്മയെ കാണുമ്പോൾ, അമ്മേ ഞാനെല്ലാം പുതിയതാക്കും, ഈ ലോകത്തെ ഞാൻ പുതിയതാക്കും, പാപികളെ ഞാൻ വിശുദ്ധരാക്കും, ഈ ലോകത്തെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഈശോ ഹൃദയം നുറുങ്ങി പറയാണ്. അവൻ്റെ ഉള്ളിൽ സഹനത്തിൻ്റെ ഒരു കടലിരമ്പുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവൻ്റെ നാവിൽ നിന്ന് വരുന്നത് പ്രത്യാശയുടെ സങ്കീർത്തനങ്ങളാണ്. കണ്ടോ? അതാണ് ഈ അനുഭവം. ഏതനുഭവം? കുരിശുയാത്ര അനുഭവം. ഉള്ളില് സങ്കടങ്ങൾ ഉണ്ടായാലും നിശബ്ദമായി യാത്ര ചെയ്യുന്നവരെയാണ് കുരിശുയാത്ര അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെന്ന് ഞാൻ വിശേഷിപ്പിക്കുക. അച്ഛൻ്റെ മുന്നിലിരിക്കുന്നുണ്ടാവും, എനിക്കറിയാം. ആരോടും സങ്കടം പറയാൻ പറ്റാതെ വിങ്ങിപ്പൊട്ടി നീറി നിൽക്കുന്ന ആളുകളുണ്ടാവും. ഐ അണ്ടർസ്റ്റാൻഡ് യു, ബട്ട് യു ആർ നോട്ട് അലോൺ. നീ ഒറ്റയ്ക്കല്ല. ആരുണ്ട് നിന്റെ കൂടെ? അന്ന് ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞവർക്ക് മനസ്സിലാവോ? ആർക്കും മനസ്സിലാവില്ല. നിന്നെ മനസ്സിലാക്കാനായിട്ട് ഈ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല. നിന്നെ മനസ്സിലാക്കാൻ ഒരേ ഒരാൾക്കേ പറ്റത്തുള്ളൂ. അത് നിൻ്റെതുപോലെ വേദനയിലൂടെ, സഹനത്തിലൂടെ, കുരിശിലൂടെ കടന്നുപോയ ആർക്ക്? ഈശോയ്ക്ക്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഞാനൊരു കോൺവെന്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കോൺവെന്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈ മദർ തെരേസയുടെ ഒരു കോൺവെന്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു സിസ്റ്ററിനെ കാണാം കേട്ടോ, എറണാകുളത്ത് കാക്കനാട് ഭാഗത്ത്
അവർക്ക് ഓരോരു കോൺവെന്റ് ഉണ്ട്. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്ററിനെ ഞാൻ കാണാം കേട്ടോ. ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ്, ചിരിച്ച് കളിച്ച് ഈ രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുകയാണ്, നിരാലംബരെയൊക്കെ ശുശ്രൂഷിക്കുകയാണ്, കുഷ്ഠരോഗികളെയൊക്കെ ശുശ്രൂഷിക്കുക. ഭയങ്കര ഫാസ്റ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എല്ലാ കാര്യം വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യാണ്. അപ്പോൾ എന്നോട് കൂടെ വേറൊരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ആ സിസ്റ്ററിനെ അച്ഛൻ കണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടു. ഭയങ്കര എനർജറ്റിക് ആണല്ലോ, ഭയങ്കര പവർഫുൾ ആണല്ലോ സിസ്റ്റർ എന്ന്. അപ്പോൾ എന്നോട് പറയണം, അച്ഛൻ 2 വൃക്കേൻ ഡാമേജാണ്, 2 വൃക്കേൻ ഡാമേജാണ്. അത് ഇന്നോ നാളെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സിസ്റ്ററാണ്. ബട്ട് ഷീ സ്മൈൽസ് ലൈക്ക് എനിത്തിങ്. ഭയങ്കരമായിട്ട് ചിരിക്കും, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, ഭയങ്കരമായിട്ട് ഒരു വേദനിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് കിഡ്നി വയ്യെന്നോ എനിക്ക് കിടക്കണമെന്നോ വിശ്രമിക്കണമെന്നോ ഒരിക്കലും പറയത്തില്ല. ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആ സിസ്റ്റർ രോഗത്തിലാണെന്ന്, ആ സിസ്റ്റർ വേദനയിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുരിശ് യാത്ര അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ. ഇങ്ങനെയൊക്കെ കടന്നു പോകണമെങ്കിൽ, നിശബ്ദമായിട്ട് കടന്നു പോകണമെങ്കിൽ കർത്താവിൻ്റെ കൃപയില്ലാതെ പറ്റത്തില്ല. അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരായിട്ടുള്ളവർ. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളിച്ച് ഈശോയേ, 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 ഈശോയേ. കുരിശനുഭവം എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ആണ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ, ക്ലൈമാക്സ് ആണ്. അയ്യോ അത് പറയിച്ചില്ല. 5-ാം രഹസ്യം ആരെങ്കിലും എഴുന്നേക്ക്. അലീന നിനക്കറിയോ? എഴുന്നേറ്റ് പറയും. തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശന്മേൽ തറയ്ക്കപ്പെട്ടു എന്നതിന് വേണ്ടി ധ്യാനിക്കുക. അപ്പൊ നമ്മുടെ അനുഭവത്തിന്റെ പേരെന്താണ്? കുരിശനുഭവം. ക്ലൈമാക്സിലേക്ക് വന്നു. പാവപ്പെട്ടവൻ സഹിച്ച് ഒരു ദിവസം മുഴുവൻ ചവിട്ടുകളാൽ അടിക്കപ്പെട്ട് കുരിശ് കഴുത്തിന് പിന്നിൽ വലിച്ചു കെട്ടി 3000 പ്രാവശ്യം നിലംകുത്തി വീണ് ഈ ഓർസലേസിലെ സ്ത്രീകളെ പരിഹാസം കലർന്ന കരച്ചിലൊക്കെ കേട്ട് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം അച്ഛൻ മറന്നുപോയി. ഈശോയെ സഹായിക്കുന്ന ആളാരാ? ഈശോയെ സഹായിക്കുന്ന ശെമിയോനാണ്. പോൾ സാറല്ലത്? പോൾ സാറ് ഒരു പ്രധാന അധ്യാപകനായിരുന്നു കേട്ടോ ഒരു സ്കൂളിൻ്റെ. ഒത്തിരി യാത്ര ചെയ്ത് വരികയാണ്. ഇപ്പം 2ാമത്തെ ആഴ്ചയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പോൾ സാറാണ് ശെമിയോനെന്ന് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നോ? പോൾ സാറിനെ നോക്ക്. പോൾ സാറാണ് ശെമിയോനെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ വഴി പോവാണ്, പാവപ്പെട്ട ശെമിയോൻ ആ വഴി പോവാണ്. നോക്കിയപ്പോൾ നല്ല തണ്ടും തടിയുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഈശോനെ കുരിശെടുക്കാൻ സഹായിക്കേ, ഇങ്ങോട്ട് വാ. ശരിക്കും ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ വന്നത്. പിന്നെ എന്തുകൊണ്ടാണ് വന്നത്? ശെമിയോൻ അല്ല, ശരിക്കും വരാൻ കാരണം ഈ പടയാളികളുണ്ടല്ലോ, അവർ നല്ല അടിയടിക്കും. നല്ല അടിയടിക്കും. അപ്പൊ ഇത് ജീവനോടെ അവനെ കുരിശിൽ തിറക്കണമെന്ന് അവർ വിചാരിച്ചിരുന്നു എന്ന് നമ്മളെ കുരിശിന്റെ വഴി തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശെമിയോനെ വിളിച്ചേക്കാണ്. പോളേട്ടൻ കുറച്ച് ഗ്ലാമർ ആയതുകൊണ്ട് പോളേട്ടനെ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വിളിച്ച് ഈശോന്റെ ചേർത്ത് ഇങ്ങനെ ഈ ശെമിയോൻ ഈശോയുടെ കുരിശ് ചുമന്നിങ്ങനെ നടക്കാണ്. കണ്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങള് സിനിമയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചുമന്നുകൊണ്ട് നടക്കണം. ആദ്യം ഭയങ്കര ദേഷ്യമൊക്കെയാണ്. അയ്യോ ഇതെന്താണ് കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്നത്, നിനക്ക് വേറെ ആരെയും കണ്ടില്ലേ എന്നെ കുരിശ് ചുമപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന്. എന്നിട്ട് ഇവനുണ്ടല്ലോ ഇങ്ങനെ പതിയെ ചുമന്ന് പോവാണ്. പിന്നെ കുറച്ചങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈശോ വീഴുന്നുണ്ട്. ഈശോ കുരിശെന്ന് കൈവിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈശോ താഴെ കിടക്കുന്നുണ്ട്. ഈശോയെയും ചുമക്കുന്നുണ്ട്. ഇവൻ പിന്നെ ആരെയും ചുമക്കുന്നുണ്ട്? കുരിശും ചുമക്കുന്നുണ്ട്. വെളുക്കാന്ന് വെച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയിലാണ് ശെമിയോൻ നിൽക്കുക. അപ്പോൾ ഈശോനെയും ചുമക്കുന്നുണ്ട്, ഈ കുരിശും ചുമക്കുന്നുണ്ട്. ഇത് 2 പേരെയും ചുമന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാണ്. ഇങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്തോറും ശിമിയോൻ ഈ കുരിശ് എൻജോയ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കുരിശ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കാൽവരിയിലേക്ക് എത്തുന്ന സമയമുണ്ടല്ലോ, കാൽവരിയിലേക്ക് കയറാൻ പോവാണ് ഈശോ. കാൽവരിയിലേക്ക് കയറാൻ പോകുമ്പോൾ ഈശോയെ നോക്കിയിട്ട് അവനൊരു ഡയലോഗ് പറയുന്നുണ്ട്, കുറച്ചും കൂടി ഉള്ളട്ടോ, കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുമെന്നു. എന്നിട്ട് ഈശോനെയും പിടിച്ചോണ്ട്, ഈശോനെ ഒരു കൈ പിടിക്കുന്നു, കുരിശ് വേറൊരു കൈ പിടിച്ചിരിക്കുന്നു. 2 പേരെയും ചുമന്നുകൊണ്ട് ശെമിയോൻ മോളിൽ ചെല്ലാണ്. മോളിൽ ചെന്നിട്ടും ഈശോനെ വിടുന്നില്ല, കുരിശിനെയും ശെമിയോൻ വിടുന്നില്ല. ഈ സമയത്ത് പടയാളികൾ വന്നിട്ട് നിർബന്ധിച്ചാണ് ശെമിയോനെ തള്ളി മാറ്റുന്നത്. സിനിമയിൽ കാണുന്നുണ്ടോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ശെമിയോനെ തള്ളി മാറ്റുന്നത്? ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താ, നമ്മൾ ഒറ്റയ്ക്ക് കുരിശുകൾ എടുത്താൽ പറ്റൂലെന്നേ. നമ്മൾ ഒറ്റയ്ക്ക് കുരിശെടുത്താൽ നമ്മൾ ഒടിഞ്ഞു പോകും. പക്ഷെ ഈശോ ആ കുരിശിലുണ്ട്. ഈശോയുടെ ഒപ്പമാണ് കുരിശെടുക്കുന്നതെങ്കിൽ പിന്നെ കുരിശൊരു പ്രേമമായിട്ട് മാറും. കുരിശിനോട് നമുക്കൊരു ദാഹം തോന്നും.
കുരിശുകൾ ഉണ്ടാകാതിരിക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അത് ഞാനൊരു എപ്പോക്കെ ബോക്സിൽ ഞാൻ പറഞ്ഞാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് സഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയണം, ഒറ്റയ്ക്ക് സഹിക്കല്ലേ, അവനോടൊപ്പം സഹിക്കേ. അവനോടൊപ്പം സഹിക്കുമ്പോൾ കുരിശുകൾക്ക് ഭാരം ഉണ്ടാവില്ല. അപ്പൊ ക്ലൈമാക്സിലേക്ക് വന്നു. ഈശോ കുരിശിലേക്ക് കയറി. സ്നേഹത്തിന്റെ ഏറ്റവും പൂർണ്ണതയായി കർത്താവ് പറഞ്ഞില്ല, ആരെങ്കിലും ഇങ്ങനെ പറയുന്നില്ല, സഹോദരനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല, സ്വന്തം സഹോദരന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആ സ്നേഹം ഈശോ ക്ലൈമാക്സിൽ, ഈശോ കുരിശിലത് ഏറ്റവും പരിപൂർണതയിൽ എത്തിക്കുകയാണ്. ഓക്കെ, എൻ്റെ കൂടെ ഉണ്ടല്ലോ, ചിന്ത വിട്ടുപോയിട്ടില്ലല്ലോ? ഇല്ല. ഡിസൂസ വിട്ടുപോയിട്ടില്ലല്ലോ? നിന്റെ പേര് പറഞ്ഞതല്ല, കണ്ണടേ വിനീഷ. വിനീഷ അച്ഛൻ്റെ കൂടെ ഉണ്ടല്ലോ. വിട്ടുപോയിട്ടില്ല. ഓക്കെ. അപ്പോൾ അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ്. എല്ലാത്തിൻ്റെയും ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈശോ ഈ അന്ത്യവിനാഴികകളിൽ ഒന്നില് കുരിശ് കിടക്കുമ്പോൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിരിക്കുന്നതുണ്ടല്ലോ, അതാണ് കുരിശിൽ നിന്ന് നൽകുന്ന ഈശോ നൽകുന്ന ഏറ്റവും വലിയ പാഠം, ക്ഷമയുടെ പാഠം. ഈ അനുഭവം ഏതാണ്? കുരിശനുഭവം. ഈ അനുഭവം കുരിശനുഭവം. കുരിശിൽ നിന്നാണ് നമ്മൾ എല്ലാ വ്യക്തികൾക്കും ക്ഷമയും സ്നേഹവും നൽകേണ്ടത്. എഴുതി വെച്ചോ, കുരിശിൽ നിന്നാണ് ക്ഷമയും സ്നേഹവും. നമ്മൾ സഹനത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനുമുള്ള ഒരു കൃപ നമ്മളിലുണ്ടെങ്കിൽ നമ്മളും ഈശോയോട് ചേർന്ന് യാത്ര ചെയ്യുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കി, ഈശോയ്ക്ക് 1000 കാരണങ്ങളുണ്ട്. ആ കുരിശിൽ കിടന്നിട്ട് പറയാം, കർത്താവെ, ദയാ കിടക്കുന്ന തടിമാടനാണ് എന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ചത്. കർത്താവെ, ആ സ്ത്രീകൾ എന്നെ കളിയാക്കി കരഞ്ഞവരാണ്. എൻ്റെ ശിഷ്യന്മാർ, ദുഷ്ടന്മാരെന്നെ ഇത്രയും നാളും ചെലവും കൊടുത്ത് കൂടെ നിർത്തിയിട്ട് അവന്മാരെന്നെ തള്ളിപ്പറഞ്ഞു, ഒരുത്തനും ഒറ്റിക്കൊടുത്തു. കണ്ടോ, ശപിക്കാനും വെറുക്കാനും 1000 കാരണങ്ങൾ ആർക്കുണ്ട്? ഈശോയ്ക്കുണ്ട്. എന്നിട്ട് ഈശോ പറയുന്ന ഡയലോഗ് എന്താ? ഹലോ, ഒച്ചപ്പറ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈ ക്ഷമിച്ചു കഴിഞ്ഞിട്ട് അവസാനം ക്ഷമിച്ചു, എല്ലാവരോടും ക്ഷമിച്ചു, ഈശോ പുറത്തു. എന്നിട്ട് ഏറ്റവും അവസാനം ഈശോ ഈ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന വാക്കേതാ? എൻ്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കണ്ടോ, വെറുപ്പില്ല, വിദ്വേഷമില്ല, കോപമില്ല, വൈരാഗ്യമില്ല, ആരോടും ഇനി മത്സരിക്കാനില്ല. എല്ലാവരോടും എന്ത് മാത്രമേ ഉള്ളൂ? സ്നേഹവും ക്ഷമയും മാത്രമേ ഉള്ളൂ. വെറുപ്പില്ലാത്ത വ്യക്തികളെയും വൈരാഗ്യമില്ലാത്ത വ്യക്തികളെയും അങ്ങനെ സുതാര്യതയോടെ എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തികളെ ആയിരിക്കും ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കാറ്റഴിച്ച് വിട്ട ട്യൂബ് പോലെ വേണം നമ്മൾ പോകാൻ. ആരോടും വെറുപ്പുണ്ടാകരുത്, ആരോടും വൈരാഗ്യം ഉണ്ടാകരുത്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവും ദൈവവും പറയും, നീ എൻ്റെ കരങ്ങളിലേക്ക് പോരെ. നിനക്ക് ആരോടും വെറുപ്പില്ലല്ലോ, നിനക്ക് ആരോടും വിദ്വേഷമില്ലല്ലോ, നിനക്ക് ആരോടും ഇനി ഒരു മുൻവൈരാഗ്യമോ ഒന്നുമില്ലല്ലോ എന്ന് കർത്താവ് പറയും. കരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ കുരിശനുഭവത്തിൽ കിടക്കുന്നവരാരാ? സഹനത്തിലാണ്, പക്ഷെ ആരോടെങ്കിലും വെറുപ്പുണ്ടോ? വിദ്വേഷമുണ്ടോ? വൈരാഗ്യമുണ്ടോ? ഇല്ല. ആരാ കുരിശനുഭവത്തിൽ കിടക്കുന്നവര്? ഒറ്റ വാക്കി പറഞ്ഞ എന്താ? വെറുപ്പും വൈരാഗ്യവും ഇല്ല, ക്ഷമ നൽകുന്ന വ്യക്തികളാണ് ഈ കുരിശനുഭവത്തിലുള്ളവര്. ക്ഷീണിക്കാത്തവർ വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, ഈശോയേ. ഇരുകരങ്ങളും ഉയർത്തി വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ.